കൊല്ലം കുന്നിക്കോട് തെരുവുനായുടെ കടിയേറ്റ 7 വയസ്സുകാരിക്ക് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകിയതിൽ വീഴ്ച സംഭവിച്ചെന്ന ബന്ധുക്കളുടെ ആരോപണം. പ്രതിരോധ കുത്തിവയ്പ്പെടുത്തത് ശരിയായ രീതിയിലല്ലെന്ന് കുട്ടിക്കൊപ്പം ആശുപത്രിയിൽ എത്തിയ ബന്ധു 24നോട് പറഞ്ഞു. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഏപ്രിൽ 8-ന് തെരുവുനായയുടെ കടിയേറ്റ കുട്ടിയെ ആദ്യമെത്തിച്ചത് കുന്നിക്കോട്ടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ. മുറിവിന്റെ ആഴം കൂടിയതിനാൽ IDRV നൽകിയ ശേഷം ഇമ്മ്യൂണോഗ്ലോബിൻ വാക്സിൻ നൽകാൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ ഈ മരുന്ന് കൃത്യമായി കുട്ടിയുടെ ശരീരത്തിൽ എത്തിയില്ലെന്ന് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച ബന്ധു. ടെമ്പറേച്ചർ കൂടിയിട്ട് ഞാൻ മെഡിസിറ്റി തന്നെ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ മുറിവിൽ നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, മുറിവെല്ലാം കരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളെ സ്ഥിരം കാണിക്കുന്ന പുനലൂർ ഇപ്പോൾ വിജയ ജൂബിലി രാജൻ ജോർജ് സാറിനെ കൊണ്ട് കാണിച്ചു. സാറ് പറഞ്ഞു പട്ടി കടിച്ചതാണ്, അപ്പോൾ റിസ്ക് എടുക്കട്ടെ, SITയിലേക്ക് ഇന്ന് തന്നെ പോകാൻ പറഞ്ഞു. അപ്പോൾ 1-ാം തീയതി ഉച്ചയോടെ ഞങ്ങൾ ഇവിടെ എത്തി. ഈ മരുന്ന് കുത്തിവെക്കുന്നതിൽ അതീവ ശ്രദ്ധ ആവശ്യമാണെന്നും വീഴ്ച സംഭവിച്ചാൽ സ്ഥിതി ഗുരുതരമാകാമെന്നും ആരോഗ്യ പ്രവർത്തകർ. മൃഗങ്ങളുടെ ആക്രമണമേറ്റ് ചികിത്സ തേടിയെത്തുന്നവരെ മരുന്ന് ലഭ്യമായിരുന്നിട്ടും മെഡിക്കൽ കോളേജിലേക്ക് അയക്കുന്നത് പതിവാണെന്ന് നേരത്തെയും ആരോപണമുയർന്നിരുന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് തിരികെ പുനലൂരിലേക്ക് തന്നെ രോഗിയെ മടക്കി അയച്ച സംഭവമുണ്ട്. അതേസമയം തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 7 വയസ്സുകാരിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര.